രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. താനിങ്ങനെ വിഷമിക്കലടോ? വിഷമിക്കാതെ എങ്ങനെയാ വയ്ക്കില്ലേ? ഞാൻ വന്ന് കയറിയപ്പോഴേക്കും നമുക്ക് വീട് വിട്ടിറങ്ങേണ്ട അവസ്ഥ വന്നില്ലേ? ഈ വീടുമായിട്ട് കുറച്ചു ദിവസം മാത്രം ഇടപഴകി എനിക്ക് ഈ വീട് വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ വിഷമം എത്രത്തോളം ആയിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. ഇതിനൊക്കെ കാരണക്കാരി ഞാനല്ലേ? ആ ബിയെ പോലെ ഒരു ഭ്രാന്തൻ പുറകെ കൂടിയാ താൻ എന്ത് ചെയ്യാനാ? അവനെ കൊണ്ടുള്ള ശല്യം ഇപ്പൊ എനിക്ക് മാത്രമല്ലല്ലോ, ഈ കുടുംബത്തിന് മുഴുവനും ആയില്ലേ? താൻ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഡോ, തനിക്ക് നന്നായിട്ട് പനിക്കണ്ടല്ലോ. അതൊന്നും സാരമില്ല. താനേ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് തന്നെ ഇരിക്കും. ഒരു റെസ്റ്റ് എടുക്ക് ചെല്ല്. അതൊന്നും വേണ്ട. അതും പറഞ്ഞ ശരിയാകത്തില്ല. ചെന്നേ ഡോണിക്കാൻ. എന്താടാ ഇവിടെ? എന്താ കുട്ടികൾ രണ്ടുപേരും കൂടെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നേ? എന്താടാ പ്രശ്നം? ഏയ് ഒന്നുമില്ല. നമ്മളെ ഒരേ വീട്ടിൽ കുറെ കാലമല്ലേ താമസിക്കാൻ തുടങ്ങിയിട്ട്, നമുക്കേ ഒന്ന് മാറി താമസിക്കാന്ന് ഞാൻ ഇവളോട് പറയായിരുന്നു. അതെന്താ ഇപ്പൊ ഇവിടുന്ന് മാറുന്നേ? ഒരു ചേഞ്ച് ആർക്കാമോ ഇഷ്ടമല്ലാത്ത? നീ വെറുതെ മണ്ടത്തരം ഒന്നും പറയാൻ നിൽക്കണ്ട. ഞാനേ ഇവിടുന്ന് എങ്ങോട്ടും മാറുന്നില്ല. പ്രശ്നങ്ങൾ മാത്രം ഉണ്ടായിരുന്ന നമ്മുടെ ജീവിതത്തിൽ സന്തോഷ സമാധാനം ഉണ്ടായത് ഇവിടെ താമസം തുടങ്ങിയതിന് ശേഷമാ. ഇത്രയും ഐശ്വര്യമുള്ള സ്ഥലം വിട്ടു പോകണമെന്ന് ചിന്തിക്കാൻ നിനക്ക് എങ്ങനെയാ തോന്നിയ? അല്ല, ഈ വിഷുവിനെ നീ ജോർജിനെ കണ്ട് ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാനിരുന്നല്ലേ? പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു മനമാറ്റം സംഭവിച്ചേ? അമ്മേ, അത് വക്കീലിന് ഈ സ്ഥലം വിട്ടുപോകാൻ താല്പര്യം ഉണ്ടായിട്ടല്ല അമ്മേ. പിന്നെ ജോർജേട്ടൻ ഈ സ്ഥലം വിൽക്കാൻ പോവാ. എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? നമ്മളെ ഒന്നും അറിയിക്കുക പോലും ചെയ്തില്ലല്ലോ. അയാളുടെ പേരുള്ള സ്ഥലം വിൽക്കാൻ നമ്മുടെ സമ്മതത്തിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. എന്നാലും അതല്ലല്ലോ മര്യാദ. നിനക്ക് ജോർജിനെ വിളിച്ചൊന്ന് സംസാരിച്ചുകൂടായിരുന്നോ? വിവരം അറിഞ്ഞത് മുതലേ ഞാൻ അയാളെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾ എന്റെ കോള് പോലും എടുക്കുന്നില്ലെന്നേ. അയാൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? നമ്മളെ അയാൾക്ക് എത്ര വർഷമായിട്ട് അറിയാം. നമ്മളോട് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ അയാൾക്ക് എങ്ങനെ മനസ്സ് വന്നേ? ആരാ സ്ഥലം വാങ്ങിക്കാൻ പോന്നെന്നറിയാവോ? ആരാ? അയാളോട് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാലോ. അയാളെ പിന്തിരിപ്പിക്കാൻ പറ്റിയെങ്കിൽ നമുക്ക് തന്നെ ഈ വീട് വാങ്ങിക്കാൻ ശ്രമിക്കാടാ. അയാളെ പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മേ. ഒന്ന് സംസാരിക്കുന്നോണ്ട് തെറ്റില്ലല്ലോ. എത്ര സംസാരിച്ചിട്ടും കാര്യമില്ലമ്മേ. അതാരാ അത്രയ്ക്ക് വാശിയുള്ള ആള്? അബി. അവനും നമ്മുടെ കുടുംബത്തെ ദ്രോഹിച്ച് മതിയായില്ലേ? നമ്മൾ താമസിക്കുന്ന വീടിനെ പോലും വെറുതെ വിടില്ലേ? അവന് നീ കൊടുത്ത ശിക്ഷയൊന്നും പോരാ. അവൻ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ലമ്മേ. അവനെന്തോ മാനസിക പ്രശ്നമുണ്ട്. എന്നോടുള്ള പക കാരണം നിങ്ങളെയും കൂടി അവൻ ലക്ഷ്യം വെച്ചിരിക്കുക. അതുകൊണ്ടാ ഈ വീട് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. താനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് അസുഖം വന്നത്. അസുഖോ? എന്തു പറ്റി മോളെ? നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ. വാ ആശുപത്രി പാ. അതൊന്നും വേണ്ടമ്മേ. നാളെ രാവിലെ ആവുമ്പോഴേക്കും ശരിയാവും. എന്നാ മോള് പോയി കിടക്ക. ഞാന് പൊടിയേരിക്കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ട് വരാം. നാളെ രാവിലെ ആകുമ്പോഴേക്കും അസുഖമൊക്കെ മാറിക്കോളും. ഇങ്ങനെ ഒരു വിഷയം ഉള്ളപ്പോ എനിക്ക് എങ്ങനെയാ അമ്മ ഉറങ്ങാൻ സാധിക്കുക? അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. എന്തെങ്കിലും വഴിയുണ്ടെങ്കിലേ അത് ഞാൻ കണ്ടുപിടിച്ചോളാം. താൻ പോയി റെസ്റ്റ് എടുക്ക്. നാളെ അസുഖമൊക്കെ മാറി എഴുന്നേറ്റ് ഫ്രഷ് ആവുമ്പോൾ താൻ ആലോചിക്കുമ്പോൾ തനിക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടും. ശരി പോ.
പോയിട്ടുണ്ട്. ദാ ഇത് കുടിക്ക്, ചുക്ക് കാപ്പിയാ. അമ്മ എഴുന്നേറ്റോ? വീടിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ടാവുമല്ലേ? വിഷമമില്ലാതിരിക്കോ? ഇത്രയും കാലം താമസിച്ച വീടല്ലേ. എടോ, അമ്മ നമ്മളെക്കാളും സ്ട്രോങ്ങാ. അധികം വൈകാതെ വിഷമമൊക്കെ മാറി ജോലിക്ക് പോകാൻ തുടങ്ങും. ഈ വീട് രക്ഷിക്കാൻ എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ വക്കീലെ? തൽക്കാലം അങ്ങനെയൊന്നും കാണുന്നില്ലടോ. ജോർജ് എന്നെ വിളിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെന്ന് പറയായിരുന്നു. അയാൾ പെട്ടെന്ന് വക്കീലിന്റെ കോൾ എടുക്കാതായതിൽ എന്തോ ഒരു ദുരൂഹതയില്ലേ? ദുരൂഹത ആ കാര്യത്തിൽ മാത്രമല്ല, അബിക്ക് ഒറ്റയ്ക്ക് വീട് വാങ്ങാൻ എവിടുന്ന കാശ് കിട്ടിയത്? അവന്റെ വീട്ടുകാരെന്തെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിലോ? ആകാം. പക്ഷേ എനിക്കതത്ര വിശ്വാസം പോരാ. അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആരോ അവന്റെ കൂടെയുണ്ട്. ഗോപാലനെയാണോ വക്കീൽ ഉദ്ദേശിച്ചത്? അയാള് ജോർജ് ചേട്ടനെ വളരെ നല്ല സുഹൃത്താ. ഗോപാലൻ വഴിയാണ് ജോർജ് ചേട്ടനായിട്ട് ബന്ധമുണ്ടായത്. ഗിരിയോടുള്ള സ്നേഹം കാരണം നാട്ടിലുള്ള ഈ വീട് നമുക്ക് ചെറിയ വാടകയ്ക്ക് തരികയും ചെയ്തു. ജോർജ് ചേട്ടൻ ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്തതും അബിക്ക് വീട് പെട്ടെന്ന് വിറ്റതും കാണുമ്പോൾ ഗോപാലൻ ജോർജിനെ വിളിച്ച് വീട് അബിക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുള്ള കാശ് ചെലവാക്കിയതും ആ ഗോപാലനായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജോർജ് ഏട്ടൻ നമുക്കൊരിക്കലും മനസ്സ് മാറി വീട് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണോ ഞാൻ പറഞ്ഞത് വീട് തിരിച്ചു കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. ഗിരിയേട്ടനെയും ചേച്ചി ഇത് അറിയിക്കണ്ടേ? അത് വേണോ? അവർക്ക് സ്വന്തമായിട്ട് 100 പ്രശ്നങ്ങളുള്ളതാ. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെടുത്ത് തലയിലൊപ്പിക്കണോ? അതേപോലുള്ളവനെ എതിർക്കാൻ ഒറ്റയ്ക്ക് പോകുന്നത് ബുദ്ധിയല്ല. അത് മാത്രമല്ല, മറ്റാരെങ്കിലും പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഗിരിയേട്ടനോ ചേച്ചിയോ അറിഞ്ഞ ഒരുപാട് വിഷമിക്കും. ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ടും അവരെ എന്താ അറിയിക്കാത്തെന്ന് അവരെന്തായാലും ചോദിക്കും. വെറുതെ അവരെ വിഷമിപ്പിക്കണോ? ഞാൻ ഗിരിയെ വിളിച്ച് കാര്യം പറയാം. ചിലപ്പോ ഗിരിയേട്ടൻ വിളിച്ച ജോർജേട്ടൻ ഫോൺ എടുത്തുന്ന് വരും. അങ്ങനെ പ്രതീക്ഷിക്കല്ലാതെ നമുക്ക് വേറെ നിവൃത്തിയില്ലല്ലോ. കഴിഞ്ഞ വിഷുവിന് ജോർജേട്ടൻ നാട്ടിൽ വന്നപ്പോ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീട് വാങ്ങിച്ചോളാൻ പറഞ്ഞതാ. അപ്പൊ തന്നെ ഒരു അഡ്വാൻസ് കൊടുത്താൽ മതിയായിരുന്നു. അന്ന് കാശ് പോരാന്ന് കരുതിട്ടാ ഞാൻ കൊടുക്കാതിരുന്നത്. അന്ന് ആ കാശ് കൊടുത്തിരുന്നെങ്കിൽ അബിക്ക് ഇങ്ങനെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. കഴിഞ്ഞതിനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്താ വക്കീലെ കാര്യം? ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കാം. ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാ എനിക്ക് കൂടുതൽ കുറ്റബോധം തോന്നുന്നത്. നമ്മൾ എപ്പോഴും പ്രതീക്ഷ കൈവിടരുതെന്നാ എന്റെ അഭിപ്രായം. ഇനിയാണെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചൂടെ? ഇനി ഈ വീട് കൈവിട്ടു പോകാതിരിക്കണമെങ്കിലേ അതൊരു അത്ഭുതമായിരിക്കും. സ്കോറായിരിക്കും. ഇത് നോക്കി. സഞ്ജു, എഴുന്നേക്കടാ, എഴുന്നേക്കടാ. നിക്ക്, അടിച്ചു പോരെ. അമ്മയ്ക്ക് എന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവത്തെ? സ്വപ്നയെ കൊണ്ട് ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? അതിന് ഞാൻ അവളോടല്ലല്ലോ അടിച്ചു വാരാൻ പറഞ്ഞത്, നിന്നോടല്ലേ? എന്നോടോ? ആ, നിന്നോട് തന്നെ. അവളല്ലേ പ്രഗ്നന്റ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ.